ഓപ്പറേഷൻ സിന്ധുവിലൂടെ തുർക്ക്മെനിസ്ഥാൻ വഴിയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. ക്വാമിൽ നിന്നും 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ മഷാദിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ അർമേനിയയിലെ യെർവാനിൽ നിന്ന് 110 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ എത്തിയിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, സംഘർഷഭൂമിയിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാനുള്ള ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. എത്ര വിദ്യാർത്ഥികൾ, ഇനി എത്ര പേർ? 600 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ തുർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ആഷ്ഗബാദിലേക്ക് ഇന്ത്യൻ എംബസിയുടെ മുഖേന എത്തിക്കുന്നത്. ഇവിടെയുള്ള ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ള ഇറാനിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ 15 മുതൽ 20 മണിക്കൂർ വരെ എടുത്തേക്കാം ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യം ആരംഭിക്കാനായിട്ട്, അതായത് വിമാനം മടങ്ങി തിരിച്ചു പുറപ്പെടാനായിട്ട്. എന്തായാലും കഴിഞ്ഞ തവണ, അതായത് ഇന്ന് രാവിലെ എത്തിയ വിമാനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷെ അതിൽ മലയാളികളുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും നോർക്ക സ്ഥിരീകരിച്ചിട്ടില്ല. 110 പേരായിരുന്നു ഇന്ന് രാവിലെ അർമേനിയയിലൂടെ ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് എത്തിയത്. അതിൽ പക്ഷേ ഭൂരിപക്ഷവും കശ്മീർ സ്വദേശികളായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വിമാനമാണ് ഇനി പുറപ്പെടാനുള്ളത്. അത് തുർക്ക്മെനിസ്ഥാനിൽ നിന്നായിരിക്കും എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. അവിടേക്ക് 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവർ നിന്നും അഷ്ഗബാദിലേക്ക് എത്തിക്കണം. അഷ്ഗബാദിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 15 മണിക്കൂർ വിദ്യാർത്ഥികൾക്ക് മാർഗം തന്നെ സഞ്ചരിക്കേണ്ടി വരും. അതിനുശേഷമാണ് ഇവരെ വിമാനത്തിൽ കയറ്റി ഡൽഹിയിലേക്ക് മടക്കി എത്തിക്കുക. അത് പക്ഷേ മറ്റന്നാളായിരിക്കും ആ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിയത്.